بسم الله الرحمن الرحيم. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وآله وأهل بيته وصحبه وسلم. اللهم صل على سيدنا محمد النور وآله صلاة تجعل كلامي ملهما نافعا. സൂറത്തുൽ ഖദർ ധാരാളം നമ്മൾ കേട്ട, വിശേഷ തറാവീഹ് നിസ്കാരത്തിലൊക്കെ ഓതുന്ന ചെറിയ നലാശയമുള്ള സൂറത്താണ് സൂറത്തുൽ ഖദർ. ഇൻഷാ അല്ലാഹ് അത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദറിലാണ് ആ ഖുർആനെ നാം അവതരിപ്പിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നബിയെ അങ്ങേക്കറിയാമോ? ലൈലത്തുൽ ഖദർ ആകുന്നത് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തെക്കാൾ ഉത്തമമാണ്. തനസ്സലുൽ മലായികതു, മലക്കുകൾ ഇറങ്ങും, വറൂഹു, ജിബ്രീലും ഇറങ്ങും, ഫീഹാ ലൈലത്തുൽ ഖദർ, ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ സമ്മതത്തോടുകൂടെ, മിൻ കുല്ലി അംറിൻ, ഒരുപാട് തീരുമാനങ്ങളുമായിട്ട് അവരിറങ്ങും. സലാമുൻ, അതൊരു വല്ലാത്ത സമാധാനമാണ്. ഹിയ ലൈലത്തുൽ ഖദർ, അത് ഇതുവരെയാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നതുവരെ സമാധാനമായി, ആശ്വാസമായി, കുളിർത്തന്നലായിക്കൊണ്ട് ലൈലത്തുൽ ഖദർ എല്ലാവർക്കും ലഭ്യമാണ്. നോക്കാം ബൈനയദൈ സൂറ, ഈ സൂറത്തിനെ സംബന്ധിച്ച്. സൂറത്തുൽ ഖദർ മക്കിയത്തുൻ, മക്കയിലിറങ്ങിയ വിശുദ്ധമായ സൂറത്താണിത്. വയ ഖംസു ആയാത്തിൻ, 5 ആയത്തുകളാണ്. തതഹദ്ദസു സൂറത്തു, ഈ സൂറത്ത് പറഞ്ഞു തരുന്നു, അൻ ബദഇ നുസൂലിൽ ഖുർആനിൽ അളീം, അളീമായ ഖുർആന്റെ അവതരണത്തെ സംബന്ധിച്ച്. മിനൽ ലൗഹി അൽ മഹ്ഫൂൽ, ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന്. അള്ളാഹുവിൻ്റെ അരികിലുള്ള ഒന്നാണ് ലൗഹുൽ മഹ്ഫൂൽ. ലൗഹ് എന്ന് പറഞ്ഞാൽ അതിനെ ബോർഡ്, പലക എന്നൊക്കെ പറയാം. അൽ മഹ്ഫൂൽ, മഹ്ഫൂൽ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡായ, സെക്യൂർഡായ ഒരു ഫലകമാണത്. ഇലസ്സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക് ഖുർആനിനെ പൂർണ്ണമായും അല്ലാഹു തആല ഇറക്കി. നബിയിലേക്കോ 23 സംവത്സരങ്ങൾ കൊണ്ടും ഇറക്കി. പിന്നെ എന്തും പറഞ്ഞു തരുന്നു. വഅൻ ഫളിലി തിൽക്കൽ ലൈല അൽ അളീമ, മഹത്തായ ആ രാവിൻ്റെ മഹത്വവും ഈ സൂറത്ത് പറഞ്ഞു തരുന്നു. അല്ലതി തതശറഫത്, അത് മഹത്വം സിദ്ധിച്ചിരിക്കുന്നു. ബിനുസൂലിൽ ഖുർആനിൽ അളീം, അളീമായ ഖുർആൻ ഇറങ്ങൽ കൊണ്ട്. ഫീഹ, ഈ മാസത്തിൽ, ഈ രാത്രിയിൽ. അലാ സഇരിൽ ലയാലി വൽ അയ്യാമി, മറ്റു ലൈലുകളെക്കാട്ടിലും മറ്റു യൗമുകളെക്കാട്ടിലും ഈ രാവിനു മഹത്വം സിദ്ധിച്ചു എന്നും ഖുർആൻ നമുക്ക് ഈ സൂറത്ത് നമുക്ക് പറഞ്ഞു തരുന്നു. യൗമ് എന്ന് പറഞ്ഞാൽ പകലാണ്, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അപ്പോൾ രാത്രിയുടെ മഹത്വം അത് പിറ്റേന്നത്തെ പകലിനും വരുന്നു. രാത്രിയുടെ മഹത്വം വഹിക്കുന്ന പകലിന് മഹത്വം വരുന്നു. പകലിൻ്റെ മഹത്വം ആ രാത്രിയിലേക്ക് ആദ്യം കടന്നു വരുന്നു. യൗമുൽ ജുമുഅക്കാണ് മഹത്വം, അത് ലൈലത്തുൽ ജുമുഅത്തിനും വരുന്നു. യൗമുൽ ഇസ്നൈനിക്കാണ് മഹത്വം, അത് ലൈലത്തുൽ ഇസ്നൈനിക്കും വരുന്നു. ഇങ്ങനെ രാവിനും പകലിനും മഹത്വമുണ്ടെന്ന്, അത് മറ്റു ദിനങ്ങളെക്കാൾ മഹത്വമുള്ളതാണെന്ന് ഇവിടം ഖുർആൻ ഈ ആയത്തിലൂടെ, ഈ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മഅനൽ കലിമാത്തി, ഇതിലെ കലിമത്തുകളുടെ ആശയം. ലൈലത്തുൽ ഖദർ അല്ലൈലത്തുല്ലതി യുഖദ്ദിറുല്ലാഹുൽ അഖ്ദാറ,
കണക്കുകളെ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ, തീരുമാനങ്ങളെ, നയതന്ത്രപരമായ കാര്യങ്ങളെ അല്ലാഹു തആല കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ മലയാളത്തിൽ നിർണയരാവ് എന്ന് പറയുന്നത്. വമാ അദ്റാക വമല്ലദീ തഅലമുഹു, എന്താണ് അങ്ങക്ക് അറിയുന്നത്, എന്താണ് അങ്ങേക്ക് അറിയിച്ചു തന്നത് എന്നർത്ഥം. വറൂഹു, ജിബ്രീൽ അലൈഹിസ്സലാമാണ്. വതുലഉ, തുലൂഉ, ഉദയം വരെ. ഇതൊക്കെയാണ് ആ വാക്കുകളുടെ വചനങ്ങളുടെ അർത്ഥങ്ങൾ. ഇനി അതിൻ്റെ തഫ്സീർ നോക്കാം.